ഹായ്, നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് യൂണിറ്റ് 3 ആണ്, ചലഞ്ചസ് ഓഫ് ലൈഫ്. ഈ യൂണിറ്റിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ യൂണിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മഹാത്മാഗാന്ധിജിയുടെ ഒരു കൊട്ടേഷൻ ഉണ്ട്. എന്താണത്? ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ്. നമ്മൾ മറ്റൊരാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് തന്നെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ചേഞ്ചസ് കൊണ്ടുവരുത്താനായിട്ട് നമ്മൾക്ക് തന്നെ സാധിക്കും. നമ്മൾ മറ്റൊരാളെ കുറ്റം പറയുന്നതിന് പകരം നമ്മളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിലും അത് ആ ഒരു നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് ഉതകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കൊട്ടേഷനോടെയാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ ഫേസ്ബുക്കിൽ കൂടെ കാണുന്ന എല്ലാ കൂട്ടുകാരും പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ചലഞ്ചസ് ഓഫ് ലൈഫിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് കാണാം. ഇതൊരു ഇൻ്റർവ്യൂ ആണ്. എങ്ങനെയാണ് ഒരു വ്യക്തി അദ്ദേഹം വളരെ ചെറിയ ജീവിത രീതിയിൽ നിന്ന് പോലും ഉയർന്നു വന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ കാണിക്കുന്നത്. പിന്നെ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് മറ്റൊരു കാര്യം കൂടി, നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, കാരണം കമൻസ് ഒന്നും തന്നെ കണ്ടില്ല. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് കാണാം. എ 3-wheel revolution. ഇതാണ് ഇന്നത്തെ ആദ്യത്തെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. If we aspire to live in a happier world, we must empower those living on the margins of society. സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മൾക്കൊരു ഹാപ്പിയറായിട്ട് സന്തോഷമായിട്ടൊരു ലോകത്താണ് നമ്മൾ ജീവിക്കേണ്ടത്. ആ ഒരു ആഗ്രഹമുള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ അവരുടെ ഉന്നമനം ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അവിടെ മാർജിനിൽ താമസിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒത്തിരി സമ്പന്നരുമല്ല, ഒത്തിരി ദരിദ്രമല്ല, എന്നാൽ ഒരു മാർജിനിൽ നിൽക്കുന്ന ഒരു മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരിൽ ഉന്നതി ഉണ്ടായാൽ അവിടെ നമുക്ക് ഹാപ്പിയർ ആയിട്ടൊരു വേൾഡിലേക്ക് നീങ്ങാനായിട്ട് സാധിക്കും. അപ്പം നമുക്കിത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ അച്ചീവ്മെന്റ്. വെൻ ആൻഡ് ഹൗ ഡിഡ് യു കൺസീവ് ദിസ് ഐഡിയ? ഇതാണ് നമ്മളുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അതായത് ഇൻ്റർവ്യൂ ആണല്ലോ, അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പം നമ്മുടെ ഇതെന്താണെന്ന് നോക്കാം. ഐ വാസ് 17 years old at that time. 17 വയസ്സുള്ള ഒരു പയ്യനായിരുന്നത്. I was traveling in a rickshaw and in the middle of the journey I was very thirsty. ഭയങ്കരമായിട്ട് ദാഹം അനുഭവപ്പെട്ടു. I asked the rickshaw puller if he had any water. അപ്പം സൈക്കിൾ റിക്ഷ ഓടിക്കുന്ന അയാളോട് ചോദിച്ചു വെള്ളമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്താണ്? He said that he did not carry water bottles because he did not have money to buy the stack. ഈ വെള്ളം വാങ്ങി സൂക്ഷിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ സ്റ്റാക്ക് ചെയ്ത് വാങ്ങി സൂക്ഷിക്കാനുള്ള, ആ സൂക്ഷിക്കാനായിട്ടുള്ള മാർഗം ഈ സൈക്കിൾ റിക്ഷക്കാരൻ ഇല്ലാത്തത് കൊണ്ട് അയാളെ വെള്ളമില്ല എന്ന് പറഞ്ഞു. It set me thinking and I immediately realized that there was a market for selling water bottles in rickshaws. അപ്പം ഈ ആ ഒരു ഇൻസിഡൻറ്റ്, ചെറിയൊരു ഇൻസിഡൻറ്റ്, വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പം ദാഹിച്ചപ്പം സൈക്കിൾ റിക്ഷക്കാരനോട് ചോദിച്ചു വെള്ളമുണ്ടോ എന്ന്. വെള്ളമില്ല എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് ഈ ചെറിയൊരു ചെറുക്കൻ, 17 വയസ്സുള്ള ഒരു പയ്യനാണ്, നിങ്ങളുടെയൊക്കെ പ്രായമേ ഉള്ളൂ, അപ്പോൾ അവന് തോന്നിയ ഒരു ഐഡിയ ആണ് എന്തുകൊണ്ട് വെള്ളം വിറ്റുകൂടാ. The very next day, I talked to 5 rickshaw pullers and gave them each 8 bottles of water. I told them that for every bottle they sold, we would make a profit of 2 rupees, which we would split in half. അപ്പം കുറേ ദിവസത്തിന് വേണ്ടിയിട്ട് പിന്നെ ചിന്തിച്ചിരുന്നാൽ ഒന്നും നടക്കത്തില്ലെന്ന് ഇവനറിയാമായിരിക്കും. ഇവനൊരു ശരിക്കൊരു ബിസിനസ്സുകാരനാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം എന്താണ്? അവന് പിറ്റേ ദിവസം തന്നെ അവന് 5 റിക്ഷ പുള്ളേഴ്സിനെ വിളിച്ചു, അവരോട് സംസാരിച്ചിട്ട് അവരുടെ 8 ബോട്ടിൽസ് കൊടുത്തു. 8 ബോട്ടിലോ വാട്ടർ ബോട്ടിൽസ് കൊടുത്തിട്ട് പറഞ്ഞു നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് 2 രൂപ ലാഭത്തിൽ വിൽക്കണം, അതിൽ നമ്മൾ പപ്പാതി എടുക്കും. ആ രീതിയിൽ അവന് തീരുമാനമെടുത്തു. The very first day I made a profit of 8 rupees. ആദ്യത്തെ ദിവസം തന്നെ അവന് 8 രൂപ ലാഭം കിട്ടി. അപ്പം ആ 8 രൂപ എന്ന് പറയുന്നത് അവന് വളരെയധികം ഊർജ്ജം നൽകുന്നതായിരുന്നു. കാരണം എന്താണ്? അവന് മനസ്സിലായി ഇവിടെ അവന് ശോഭിക്കാൻ കഴിയുമെന്ന് മനസ്സിലായി. അത് തന്നെയാണ് അവൻ്റെ വിജയവും. അടുത്ത ചോദ്യമാണ്,
You were very young when you came up with and executed this idea. നീ വളരെ ഒരു ചെറിയ പയ്യനായിരുന്നില്ലേ? 17 വയസ്സെന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു പയ്യനല്ലേ? എന്നിട്ടും നീ ഒരു ഐഡിയ കൊണ്ടുവന്നു, ആ ഐഡിയ നീ പ്രാവർത്തികമാക്കി, നീ വളരെ വളരെ സക്സസ്ഫുൾ ആയിട്ട് പ്രാവർത്തികമാക്കിയല്ലോ എന്നാണ് ചോദ്യം. യെസ്, ഐ ഗെസ് എന്റർപ്രണർഷിപ്പ് ഈസ് ഇൻ മൈ ബ്ലഡ്. ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യുക എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്ന് പറയുന്നത് എൻ്റെ രക്തത്തിൽ അലിഞ്ഞേർന്നിരിക്കുന്നതാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു ബിസിനസ്സുകാരനാകണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരുന്നിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. I had an interest in business from a very early age. വളരെ ചെറിയ പ്രായമായിരുന്നപ്പോൾ തന്നെ ഇവന് ബിസിനസ് വളരെ ഇഷ്ടമുണ്ടായിരുന്നു. During the stock market scam in 1992, my father and many of his friends lost a lot of money. 1992 നടന്ന സ്റ്റോക്ക് മാർക്കറ്റ് സ്കാമിൽ ഇവൻ്റെ അച്ഛനും അച്ഛൻ്റെ കുറേ സുഹൃത്തുക്കൾക്കും എല്ലാം തന്നെ കുറേ പണം നഷ്ടമായിരുന്നു. That is when I started taking interest in the stock market and began researching on various companies. ആ സമയത്ത് 1992 ഇവൻ്റെ അച്ഛന് നഷ്ടം വന്നപ്പോൾ ഇവനെ ചിന്തിപ്പിച്ചു. കാരണം ഇവൻ്റെ മനസ്സിൽ ആ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഇവൻ്റെ മനസ്സിൽ തന്നെയുണ്ട്. അത് വെളിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരാൾ വന്നിട്ട് പറയാ നീ ഇന്ന് പോയി ബിസിനസ് ചെയ്യും എന്ന് പറഞ്ഞാൽ അവന് ചെയ്യത്തില്ല. പറയും നാളെ ചെയ്യാം അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഇവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ കിടപ്പുണ്ട് ഇവൻ്റെ. അതുകൊണ്ട് തന്നെ അച്ഛനൊരു നഷ്ടം വന്നപ്പം അവൻ ചിന്തിച്ചു എന്തുകൊണ്ടാണ് അച്ഛന് നഷ്ടം വന്നത്. അങ്ങനെ അവന് എല്ലാ സ്റ്റോക്ക് മാർക്കറ്റും പല കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പഠിക്കാൻ തുടങ്ങി. Interestingly, using my advice, all of my father's friends recovered their losses and most of them started making profits. അപ്പോൾ ഇവൻ്റെ പഠനത്തിൻ്റെ ഇവൻ്റെ ആ ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് ഇവന് കുറേ കാര്യങ്ങൾ മനസ്സിലാകുകയും ആ കാര്യങ്ങൾ ഇവൻ്റെ അച്ഛന് പറഞ്ഞു കൊടുക്കുകയും അച്ഛൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്ത് അവർ ആ രീതിയിൽ പ്രൊസീഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്ത് പറ്റി, അവർക്ക് കൂടുതൽ ലാഭം കിട്ടാനായിട്ട് തുടങ്ങി. നഷ്ടപ്പെട്ടു പോയ പൈസ എല്ലാം തന്നെ തിരിച്ചു കിട്ടാനായിട്ട് തുടങ്ങി. This enabled me to start my first portfolio management firm at the age of 13. അങ്ങനെ 13-ാമത്തെ വയസ്സിൽ അവന് ഒരു അതായത് മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവുണ്ടെന്ന് അവന് മനസ്സിലാവുകയും ആ കഴിവിനെ അവന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. When my parents found out that I was dabbling in the rickshaw sector as well, they pulled me aside and asked me to stop doing it and concentrate on my studies. അപ്പോൾ സാധാരണ എല്ലാ അച്ഛനമ്മമാരെ പോലെ തന്നെ ഇവന് ഈ റിക്ഷ ഡ്രൈവേഴ്സുമായിട്ട് എന്താണ് കണക്ഷൻ എന്നൊക്കെ ഇങ്ങനെയുള്ളൊരു ഐഡിയ വന്നപ്പോൾ അല്ലെങ്കിൽ റിക്ഷ ഡ്രൈവേഴ്സുമായിട്ടൊരു ബിസിനസ് തുടങ്ങി എന്നൊക്കെയുള്ള ഐഡിയ വന്നപ്പോഴത്തേനും അച്ഛനും അമ്മയും പറഞ്ഞു മോനെ ഇത് വേണ്ട, നീ അതിൽ നിന്ന് മാറിയിട്ട് നീ നിന്റെ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. So I shelved it, but my interest never waned. I kept reading and researching on this sector all through my college days in Pondicherry, where I pursued my Masters of Foreign Trade degree. അങ്ങനെ അച്ഛനും അമ്മയും പറഞ്ഞ പ്രകാരം അവന് ആ ഇത് നിർത്തി, റിക്ഷ ഡ്രൈവേഴ്സുമായിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റ് നിർത്തി ഇവൻ വീണ്ടും പഠനത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. പക്ഷേ ഇതിനോടുള്ള ഇൻട്രസ്റ്റ് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ഇവന് ബിസിനസ് ചെയ്യുന്നതിനോടുള്ള ഇൻട്രസ്റ്റ് ഇതുവരെ മാറിയിട്ടില്ല. അതവന് മാറ്റാനായിട്ട് ആര് പറഞ്ഞാലും മാറത്തുമില്ല. അങ്ങനെ അവന് മാസ്റ്റേഴ്സ് ഇൻ ഫോറിൻ ട്രേഡ് ഡിഗ്രി എടുക്കാനായിട്ട് അവന് പോണ്ടിച്ചേരിയിലേക്ക് പോയി. അടുത്ത ചോദ്യമാണ്, what was the spark that revived this idea? എന്താണ് ഒരു സ്പെഷ്യലായിട്ട് സംഭവിച്ചിട്ടാണ് വീണ്ടും ഈ ഐഡിയ റിവൈവ് ചെയ്ത്? In 2006, an Indian TV show called Business Bazigar launched an entrepreneur hunt and solicited ideas for new businesses. അപ്പം ബിസിനസ് ബാസിഗർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം 2006 ഒരു ടി വി ഷോയിൽ വന്നു. അപ്പോൾ അങ്ങനെ ആ ഷോയിൽ പുതിയ ബിസിനസ് ഐഡിയാസിനെ പ്രോത്സാഹിപ്പിക്കുകയും പുതിയ ബിസിനസ് ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്കത് ഈ ഒരു പാനൽ ഓഫ് ജഡ്ജസ് കാണാം, ആ ജഡ്ജസിൻ്റെ മുന്നിൽ നമുക്ക് അവതരിപ്പിക്കുകയും അത് പാസ്സാകുകയും ചെയ്യാനൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള സമൂഹത്തിന് മുന്നിലേക്ക് അത് എത്തിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ടി വി ഷോ ആണത്. I entered this contest with a business proposal. അങ്ങനെ ഒരു ബിസിനസ് പ്രൊപ്പോസലുമായിട്ട് ഈ കോൺടെസ്റ്റിൽ ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇദ്ദേഹം പോയി. My idea was to organize the rickshaw sector and make it a profitable venture.
According to my proposal, rickshaws were to be redesigned so that the spaces on the vehicles could be sold for the purposes of advertising and brand promotion. അങ്ങനെ ഈ റിക്ഷ ഡ്രൈവേഴ്സിൻ്റെ ഈ ഐഡിയയുമായിട്ട് തന്നെയാണ് ഇദ്ദേഹം വീണ്ടും പോയത്. പക്ഷെ അവിടെ ചെന്നപ്പം റിക്ഷയിലൊക്കെ ചെറിയ റീഡിസൈനിങ് വരുത്തി ഇതിൻ്റെ ബ്രാൻഡിങ്ങും പ്രൊമോഷനും ഒക്കെ ചെയ്യാവുന്ന രീതിയിൽ ആയിട്ട് റിക്ഷയെ ഒന്ന് മോഡിഫൈ ചെയ്യണമെന്നുള്ളൊരു ഐഡിയ ഇവിടെ വന്നു. Also, I indicated that additional revenues could be made by selling products like water, juice, biscuits, mobile cards and newspapers to the passengers. അങ്ങനെ ഇത് മാത്രമല്ല, വെള്ളം മാത്രമല്ലാതെ ജ്യൂസ്, ബിസ്ക്കറ്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, മൊബൈൽ കാർഡ്സ്, അങ്ങനെ പല സാധനങ്ങൾ സാധാരണ ഒരു സഞ്ചാരിക്ക് അല്ലെങ്കിൽ ഒരു ട്രാവലറിന് ആവശ്യമുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട്, ഒരു സ്റ്റാക്ക് ചെയ്യാനായിട്ടും അത് സ്റ്റോർ ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലൊക്കെ റിക്ഷാസിനെ കൺവേർട്ട് ചെയ്ത് അത് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് അവർ എത്തി. I won the show and was offered the seed money of rupees 150 lakhs. അങ്ങനെ ആ കോമ്പറ്റീഷനിൽ അവൻ വിന്നറാകുകയും 150 lakhs മണി അവന് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, was Samman started with the seed money? അപ്പം ഈ സമ്മാൻ എന്ന് പറയുന്നതാണ് ഇവൻ്റെ ഈ ബിസിനസ്സിൻ്റെ ഈ വെഞ്ചറിൻ്റെ പേരാണത്. No. I very soon realized that the entry barrier to this business was very low. അപ്പോൾ എന്താണ്, ഇവന് കിട്ടിയത് 150 ലക്ഷമാണ്, 150 lakhs ആണ്. അപ്പോൾ ഇവന് മനസ്സിലായി ഇതിനോട് എൻട്രി ചെയ്യാനായിട്ട് അത്രയും പൈസയുടെ ആവശ്യമില്ല, വളരെ ലോ ബഡ്ജറ്റിൽ മതി. The only way to sustain this business was to earn the loyalty of rickshaw pullers. അപ്പം റിക്ഷ പുള്ളേഴ്സ് വളരെ ലോയലായിട്ട് അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ ഇപ്പം ഈ കച്ചവടം നടത്തിയിട്ട് അവർക്ക് വേണേൽ പറയാമോ അത് നശിച്ചു പോയി അല്ലെങ്കിൽ അത് ശരിക്കും വിറ്റില്ല എന്നൊക്കെ പറഞ്ഞ് റിക്ഷ പുള്ളേഴ്സിന് വരാം. പക്ഷേങ്കിൽ ലോയലായിട്ടുള്ള റിക്ഷ പുള്ളേഴ്സിനെ കിട്ടുക എന്നുള്ളതാണ് ഈ ബിസിനസ്സിൻ്റെ വിജയമെന്ന് അവന് മനസ്സിലായി. I wanted to provide insurance, ID cards and uniforms to the rickshaw pullers. അപ്പോൾ ഇത് വളരെ ഒരു ഓർഗനൈസ്ഡ് രീതിയിലായിട്ട് ചെയ്യാനാണ് വിചാരിച്ചത്. അല്ല ചുമ്മാ അങ്ങോട്ട് ചെന്നിട്ട് ആ ചേട്ടാ നമുക്ക് ഒരു ബിസിനസ് തുടങ്ങാം എന്ന് പറഞ്ഞിട്ടല്ല, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാണ് ചെയ്തത്. I wanted to run this as a not for profit organization. To be honest with you, I was not thinking about social entrepreneurship at that point. I just thought that it would be the best way to sustain the business and the easiest way to get banks to give out loans. അപ്പോൾ ആദ്യം തന്നെ വളരെയധികം പ്രോഫിറ്റ് നേടാനായിട്ടല്ല ഇദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ കുറേ ഒരു ആൾക്കാരുടെ ഒരു പറ്റം ആൾക്കാരുടെ അവരുടെ ക്രെഡിബിലിറ്റി നേടിയെടുക്കുക, അവരുടെ വിശ്വാസം നേടിയെടുക്കുക, ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം അങ്ങനെ ഒരു വിശ്വാസം നേടിയെടുത്ത ഒരു സ്ഥാപനത്തിന് വളരെ ഈസി ആയിട്ട് ഒരു ലോൺ തരപ്പെടുത്താനായിട്ട് സാധിക്കും. Since the organizers of the TV show did not agree to this model, I ended up refusing the seed capital. അപ്പം ആ സീഡ് ക്യാപിറ്റൽ റെഫ്യൂസ് ചെയ്യാണ് ചെയ്തത്. കാരണം TV ഓർഗനൈസേഴ്സ് അതിന് സമ്മതിച്ചില്ല. അത് കാരണം അവർക്ക് ഈ ഒരു എമൗണ്ട് 150 lakhs ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് അതിന് ഇരട്ടി അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് നേടണം എന്നുള്ള രീതിയിലായിരിക്കാം ഈ TV ഷോക്കാർ അവരെ ഇവന് പൈസ കൊടുക്കാമെന്ന് കേട്ടത്. അപ്പം ഇവൻ അത് സമ്മതിക്കാഞ്ഞത് കൊണ്ട് തന്നെ അവർ ആ മണി കൊടുത്തില്ല. അടുത്ത ചോദ്യം, when did this turn into a true social venture? എന്നാണ് ഇതൊരു സോഷ്യൽ വെഞ്ചറായി മാറിയത്? As I understood more about the lives of the rickshaw pullers and their plight, it turned into a social cause. അങ്ങനെ ഇദ്ദേഹം ഈ റിക്ഷ ഡ്രൈവേഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനും എല്ലാമായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഇതൊരു സോഷ്യൽ കോസായി മാറി. കാരണം ഒത്തിരി അധികം ആൾക്കാർ, പാവപ്പെട്ട ആൾക്കാരുടെ ജീവിത രീതി, ഈ റിക്ഷ ഡ്രൈവേഴ്സിന് എത്രമാത്രം വരുമാനം ലഭിക്കുന്നുണ്ട്, അവരുടെ കുടുംബം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായപ്പോൾ അതൊരു സോഷ്യൽ കോസായിട്ട് മാറി. There are about 10 million rickshaws operating in India. ഒന്നും രണ്ടുമല്ല, കാരണം സാധാരണക്കാരൻ്റെ വണ്ടി എന്നാണ് നമ്മൾ പറയുന്നത്. 10 million rickshaws ആണ് ഇന്ത്യയിൽ മാത്രമുള്ളത്. Most of these rickshaw pullers do not own the rickshaws but instead rent them at the rate of 30 to 40 rupees per day. സ്വന്തമായിട്ടുള്ള റിക്ഷ ഒന്നുമല്ല, 30-40 രൂപ കൊടുത്ത്
റെന്റിലെടുക്കുന്ന റിക്ഷാസ് ആണ്. The money they make after paying the rent is barely sufficient to sustain their families. അപ്പം വളരെ തുച്ഛമായ ഒരു എമൗണ്ട് മാത്രമേ അവർക്ക് പിന്നെ ബാക്കിയായിട്ട് കിട്ടത്തുള്ളൂ. They continue to remain at the bottom of the pyramid. അപ്പോൾ ഒരു സോഷ്യൽ സ്ട്രാറ്റ എടുത്ത് നോക്കിയാൽ, സോഷ്യൽ സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഏറ്റവും താഴെക്കിടയിലുള്ള ആൾക്കാരായിരിക്കും ഈ റിക്ഷ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. I thought if I could create an organization that could empower the rickshaw pullers and find a way to increase the overall revenue, it would be a win-win situation for both. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഈ റിക്ഷ പുള്ളേഴ്സിനെ ഇങ്ങനെ താഴെ പിരമിഡിന്റെ ഏറ്റവും താഴെ ലെവലിൽ നിന്ന് പൊക്കിയെടുത്താൽ അവർക്കൊരു വിൻ വിൻ സിറ്റുവേഷൻ, അതായത് നീ ചെയ്താൽ നിനക്ക് കിട്ടും എന്നുള്ള രീതിയിലേക്ക് വർക്ക് ചെയ്താൽ അതിനുള്ള ഒരു ലാഭം കിട്ടും എന്നുള്ള രീതിയിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ റിക്ഷ പുള്ളേഴ്സ് ഈ വെഞ്ചറിലേക്ക് വരികയും അതിൽ നിന്ന് കൂടുതൽ പ്രോഫിറ്റ് കമ്പനിക്കും ലഭിക്കും, അതേപോലെ തന്നെ റിക്ഷ പുള്ളേഴ്സിനും ലഭിക്കും എന്നുള്ളൊരു ഐഡിയ അദ്ദേഹത്തിന് മനസ്സിലായി. Can you describe the operation model of someone? When a rickshaw puller approaches someone, we first go through a verification process. ആദ്യമേ തന്നെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്. ഇദ്ദേഹം എങ്ങനെയാണ്, ട്രസ്റ്റ് വർത്തി ആണോ അതോ ചീറ്റ് ചെയ്യുന്ന ആളാണോ എന്നൊക്കെ അറിയണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഈ വെരിഫിക്കേഷൻ പ്രോസസ്സിൽ കൂടെ എല്ലാം പോകുന്നത്. The operator is then given training on basic etiquette and traffic rules. അടുത്തതായിട്ട് ബേസിക് എറ്റിക്യൂട്ട്സ്, അതായത് കസ്റ്റമേഴ്സിനോട് എങ്ങനെ പെരുമാറണം, ആ പെരുമാറുന്ന രീതിക്കാണ് എറ്റിക്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പം എറ്റിക്യൂട്ട്സ് പഠിപ്പിക്കും, അതേപോലെ തന്നെ ട്രാഫിക് റൂൾസ് എല്ലാം തന്നെ പഠിപ്പിക്കും. അതിനുശേഷം then we approach the banks and help them to get a loan for a new rickshaw. അതിനുശേഷം ഒരു ബാങ്കിൽ അപ്രോച്ച് ചെയ്ത് പുതിയൊരു ലോണിനായിട്ട്, അതായത് പുതിയൊരു വണ്ടി റിക്ഷ മേടിക്കാനായിട്ട് ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നു. Previously, banks were very reluctant to give loans to this section of the society. നേരത്തെ ഒന്നും ഇവരൊക്കെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിക്ഷ പുള്ളേഴ്സൊക്കെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലോണൊന്നും ബാങ്കുകാർ കൊടുക്കത്തില്ലായിരുന്നു. Now, since we stand as guarantors, these rickshaw pullers have access to credit. The rickshaw pullers feel truly empowered when they drive their own vehicle. അതിന് ഇപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ മാർഗം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഗ്യാരണ്ടിയറായിട്ട് ഈ റിക്ഷ പുള്ളേഴ്സിന് നിൽക്കും. അതുകൊണ്ട് തന്നെ ബാങ്കുകാർ ഇവർക്ക് ലോൺ കൊടുക്കും. ആ ലോൺ കൊണ്ട് ഇവർ സ്വന്തമായിട്ടൊരു റിക്ഷ വാങ്ങി സ്വന്തമായിട്ട് വാങ്ങിയ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ആ റിക്ഷ പുള്ളേഴ്സിന് തന്നെ ഒരു ഭയങ്കര ആത്മാഭിമാനമാണ്. We provide the rickshaw pullers with accident and health insurance. അപ്പോൾ ആക്സിഡന്റ് ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാം തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട്. Each driver is given an ID card and is required to wear a uniform while operating the rickshaw. The rickshaw puller now becomes a part of Samman family. ഓരോ റിക്ഷ ഡ്രൈവറിനും ഒരു ID കാർഡും യൂണിഫോമും ഉണ്ട്. അത് കമ്പൽസറി ആയിട്ട് ഇട്ട് മാത്രമേ റിക്ഷ ഓടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെയാണ് ഒരു റിക്ഷ പുള്ളർ സമ്മാൻ എന്ന ഈ ഒരു സംഘടനയുടെ ഈ ഒരു ബിസിനസിന്റെ ഭാഗമാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, how does Samman help increase the revenues of the rickshaw pullers? How does Samman itself get its revenue? അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് പ്രോഫിറ്റ്, എങ്ങനെയാണ് ഇതിന്റെ റവന്യൂ എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം. Samman rickshaws are designed in such a way that they have plenty of space to display advertisements. സമ്മാൻ്റെ റിക്ഷകളെല്ലാം തന്നെ വളരെ ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ അകത്ത് അഡ്വർടൈസ്മെന്റ്സ് ചെയ്യാനായിട്ട് പ്ലെന്റി ഓഫ് സ്പേസ് ഉള്ള റിക്ഷാസ് ആണ്. Several local and national brands place their advertisements here. അപ്പം പല പല കമ്പനികളുടെ അഡ്വർടൈസ്മെന്റ്സ് എല്ലാം തന്നെ ഈ റിക്ഷയിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യും. The advertisement revenue is split in between half between Samman and the rickshaw pullers. അപ്പം ഈ അഡ്വർടൈസ്മെന്റിൽ നിന്ന് കിട്ടുന്ന പൈസ പകുതി പൈസ സമ്മാനും പകുതി പൈസ റിക്ഷ പുള്ളേഴ്സിനും എടുക്കാവുന്നതാണ്. Also, rickshaw pullers can choose to sell water, fruit juice, cell phone, prepaid cards, etc. In that case, they come to a central rickshaw yard in the morning and load up their wares. അപ്പം ഈ ഓരോ റിക്ഷ ഡ്രൈവേഴ്സിനും തീരുമാനിക്കാം എന്തൊക്കെയാണ് എൻ്റെ റിക്ഷയിൽ ക്യാരി ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എനിക്ക് വിൽക്കേണ്ടതെന്നുള്ളത് ഓരോ റിക്ഷ ഡ്രൈവറിനും തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം തന്നെ ഒരു കോമൺ സ്റ്റോർ ഉണ്ട്, അവിടെ വന്നിട്ട് എല്ലാം കൂടെ അവർക്ക് ഏതൊക്കെയാണോ വേണ്ടിയെന്ന് വെച്ചാൽ അതൊക്കെ അവരുടെ റിക്ഷയിൽ അവർക്ക് കൊണ്ടുപോകുന്നതാണ്. At the end of the day, the profit from their sales is split between them and Samman. അപ്പം ഒരു ദിവസത്തിൻ്റെ അന്ത്യത്തിൽ സമ്മാനും
ഈ റിക്ഷ ഡ്രൈവേഴ്സുമായിട്ട് പപ്പാതിയായിട്ട് ഈ പ്രോഫിറ്റ് എല്ലാം തന്നെ വീതിച്ചെടുക്കും. The money that rickshaw pullers earn by transporting the passengers is solely theirs. ഓരോ യാത്രക്കാരിൽ നിന്ന് കിട്ടുന്ന പൈസ മുഴുവനും ഈ റിക്ഷ പുള്ളേഴ്സിന്റെ തന്നെയാണ്. The revenues of our rickshaw pullers have increased 30 to 40%. അങ്ങനെ 30 to 40% റവന്യൂ ആണ് ഇൻക്രീസ് വന്നിരിക്കുന്നത് റിക്ഷ പുള്ളേഴ്സിന്റെ. There are several other benefits on which we cannot put a monetary value. അപ്പം ഇത് മാത്രമല്ല, ഒത്തിരി അധികം മോണിറ്ററി ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഒത്തിരി അധികം ലാഭം ഈ റിക്ഷ പുള്ളേഴ്സിന് ലഭിക്കുന്നുണ്ട്. അതൊന്നും തന്നെ എല്ലാം ഇങ്ങനെ കണക്കായിട്ട് പറയാനായിട്ട് സാധിക്കത്തില്ല. റിക്ഷ പുള്ളേഴ്സ് നൗ ഹാവ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് എംപവർമെന്റ്. ഇപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ റിക്ഷ പുള്ളേഴ്സ് അവർ റെന്റിൽ ഓടുന്ന വണ്ടിയല്ല പറയുന്നത്, അവർ സ്വന്തം വണ്ടിയാണ്. അത് വളരെ വലിയൊരു കാര്യമാണ്. ലോൺ അടച്ച് തീർത്താൽ മാത്രം മതി. ഇപ്പം അതിനുള്ള ഒരു ഏർണിങ്സ് അവർക്ക് ലഭിക്കുന്നുമുണ്ട്. കൂടുതൽ കച്ചവടം നടത്തുക അല്ലെ കൂടുതൽ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ഏർണിങ്സ് സ്വാഭാവികമായിട്ടും കൂടുകയും ചെയ്യും. Children of the operators and their spouses attend free evening classes called Samman Gyan. അപ്പോൾ ഇത് മാത്രമല്ല, സമ്മാൻ ഗ്യാൻ എന്ന് പറയുന്ന ഒരു ഫ്രീ ക്ലാസ് ഉണ്ട്. അത് ഈ റിക്ഷ ഡ്രൈവേഴ്സിന്റെ സ്പൗസസ് എന്ന് പറഞ്ഞാൽ ഭാര്യയാകാം ഭർത്താവാകാം. അപ്പോൾ അവർക്ക് അറ്റൻഡ് ചെയ്യാം, മാത്രമല്ല കുട്ടികൾക്കും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. Samman has brought dignity and inclusion to those who were previously considered menial laborers. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ അവർക്കൊരു സ്ഥാനം ലഭിച്ചിട്ടുണ്ട് ഇപ്പം. കാരണം പണ്ടൊരു മീനിയൽ ലേബേഴ്സ് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ഇപ്പം അവരുടെ ജീവിത നിലവാരം ഉയർന്നത് കൊണ്ട് തന്നെ സൊസൈറ്റിയിലും അവർക്ക് ഒരു ഉന്നതി ലഭിച്ചിട്ടുണ്ട്. ഇൻ അഡീഷൻ ഐ എം വെരി ഹാപ്പി ടു സേ ദാറ്റ് സമ്മാൻ ഇറ്റ്സെൽഫ് ഈസ് പ്രോഫിറ്റബിൾ. അത് മാത്രമല്ല, സമ്മാനും വളരെയധികം പ്രോഫിറ്റ് ഉള്ള ഒരു കമ്പനിയായി മാറിയിരിക്കുകയാണ്. ലാസ്റ്റ് fiscal year we made a net profit of 8 lakh rupees and a revenue of 50 lakh rupees. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് മാത്രമാണ് 8 lakh rupees എന്ന് പറയുന്നത്. റവന്യൂ അവർക്ക് കിട്ടിയത് 50 lakhs ആണ്. മറ്റുള്ള എക്സ്പെൻസസിലൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കി അവർക്ക് കിട്ടിയത് 8 lakhs ആണ്. My mentors have been emphasizing the importance of sustainability. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിൽ തന്നെ നിലനിൽക്കുക എന്നുള്ളതാണ് സസ്റ്റൈനബിലിറ്റിയുടെ അർത്ഥം. അടുത്ത ചോദ്യം, does someone get directly involved in microfinancing? No, we do not directly microfinance the rickshaw pullers. We just enable the rickshaw pullers to get finance from banks. Instead of paying rent for decades, the rickshaw pullers only pay the bank loans as installment and eventually become the owners of the rickshaws. അപ്പോൾ ഇവിടെ അങ്ങനെ മൈക്രോ ഫിനാൻസിങ് ഒന്നും നമ്മൾ റിക്ഷ പുള്ളേഴ്സിന് കൊടുക്കാറില്ല. അവർക്കൊരു ലോൺ എടുക്കാനായിട്ട് നമ്മൾ അതിന് സഹായിക്കും. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഓരോ മാസമായിട്ട് ചെറിയ എമൗണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റിലായിട്ട് അവർക്ക് ലോൺ അടച്ച് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആ റിക്ഷ അവരെ സ്വന്തമായിട്ട് മാറും. അടുത്ത ചോദ്യം, ആരെയും സൈക്കിൾ റിക്ഷോസ് എ ഡൈയിങ് ബ്രീഡ്? അപ്പോൾ ഇനി അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ, സൈക്കിൾ റിക്ഷകളെല്ലാം ഇപ്പം സാധാരണ ആൾക്കാർ ഉപയോഗിക്കാതെ അതൊരു ഡൈയിങ് ബ്രീഡായിട്ട് മാറിയിട്ടില്ലേ? റിക്ഷാസ് കണ്ടിന്യൂ ടു ബി എ പോപ്പുലർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ മോസ്റ്റ് പാർട്സ് ഓഫ് ദി കൺട്രി. അപ്പം ചില ഏരിയകളിൽ മാത്രം ഇത് ഡൈയിങ് ബ്രീഡ് ആണെങ്കിൽ പോലും സൈക്കിൾ റിക്ഷാസ് ഇന്ത്യയിൽ ഇപ്പോഴും വളരെയധികം ഫേമസ് ആണ്. The number of rickshaws in New Delhi has actually increased by 20% in the last 2-3 years. The reason for this increase is that it has become the choicest form of transport to carry passengers to and from the metro stations. Also, I personally think rickshaws are the vehicles of the future. They are environment friendly. We have an R&D wing that is working on a solar powered fiberglass rickshaw. അപ്പം അദ്ദേഹം എന്താണ് പറഞ്ഞത്, റിക്ഷാസ് ന്യൂഡൽഹിയിൽ പോലും റിക്ഷാസ് 20% ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഇനി ഫ്യൂച്ചറിലാണെങ്കിൽ പോലും മറ്റുള്ള വെഹിക്കിൾസ് എല്ലാം തന്നെ ബാൻ ചെയ്താൽ പോലും, കാരണം എൻവയൺമെന്റ് പൊല്യൂഷന്റെ ഭാഗമായിട്ട് മറ്റുള്ള വെഹിക്കിൾസ് എല്ലാം തന്നെ ബാൻ ചെയ്താലും സൈക്കിൾ റിക്ഷാസ് ഒരിക്കലും ബാൻ ചെയ്യത്തില്ല. കാരണം അത് എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആണ്, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. മാത്രമല്ല R&D ഇവരൊരു പ്രത്യേക ഒരു വിങ് ഉണ്ട്. അവര് ഒരു ഫൈബർ ഗ്ലാസ് റിക്ഷാസ്, സോളാർ പവേർഡ് ഫൈബർ ഗ്ലാസ് റിക്ഷാസ് ഉണ്ടാക്കാനായിട്ടുള്ള കാര്യത്തിലേക്കും അവർ നീങ്ങിയിരിക്കുകയാണ്. അടുത്ത ചോദ്യം, what were your experiences at the Presidential Entrepreneurship Summit at the United States?
I met some truly great people. I was indeed honored to talk to the Nobel Prize laureate Muhammad Yunus. He invited me to Bangladesh to help set up a similar organization for the rickshaw workers there. അപ്പം ഇദ്ദേഹം എൻ്റർപ്രണർഷിപ്പ് റെസിഡൻഷ്യൽ എൻ്റർപ്രണർഷിപ്പ് സമ്മിറ്റിൽ പങ്കെടുത്തപ്പോൾ മുഹമ്മദ് യൂനസിനെ കാണുകയും അദ്ദേഹം ഒരു നോബൽ ലോറിയേറ്റ് ആണ്, നോബൽ പ്രൈസ് വിന്നറാണ്. അദ്ദേഹത്തെ കാണുകയും മാത്രമല്ല ബംഗ്ലാദേശിലേക്ക് ഇദ്ദേഹത്തിനെ ക്ഷണിക്കുകയും ചെയ്തു. കാരണം എന്തിനാണ്, അവിടെയും ഇതുപോലെ ഒരു സൈക്കിൾ റിക്ഷ ഓർഗനൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു സ്റ്റുഡൻസ് ഓൺ എന്റർപ്രണർഷിപ്പ്? An entrepreneur is one who identifies an opportunities and puts in conscious efforts to make it an enterprise. ഒരു ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ രാവിലെ അല്ലെങ്കിൽ കുറച്ച് പൈസ എടുത്ത് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുകയല്ല. അദ്ദേഹം ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കുക, എവിടെയാണ് ആവശ്യം, എന്താണ് സമൂഹത്തിന് ആവശ്യമെന്ന് കണ്ടുപിടിച്ച് ആ ആവശ്യത്തിനെ ബിസിനസ് ആക്കുന്നവനാണ് ഒരു യഥാർത്ഥ ബിസിനസ്സുകാരൻ. പീപ്പിൾ ജനറലി ഡിസ്കറേജ് യൂത്ത് ഫ്രം ട്രേഡിങ് ഇൻ ടു ദിസ് പാത്ത്. അപ്പം സാധാരണ കുട്ടികളെല്ലാം തന്നെ ഈ പാത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരൻസ് സമ്മതിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് 2 or 3 പ്രാവശ്യം ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം പേരൻസ് എല്ലാം തന്നെ വിചാരിക്കുന്നുണ്ട്, എൻ്റെ മകൻ എൻ്റെ മകൾ അവൾ പഠിച്ച് മാർക്ക് വാങ്ങി ഒരു ജോലി നേടണം, അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗം നേടണം. ഇതാണ് മിക്ക പാരൻസും ചിന്തിക്കുന്നത്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ബിസിനസ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ. But it is time to start thinking about entrepreneurship as a career, as it can be an important tool to tackle unemployment in the country. പക്ഷേ ഇപ്പം നമ്മളത് ചിന്തിച്ചേ പറ്റത്തുള്ളൂ. ഇന്നത്തെ ജനറേഷൻ ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചേ സാധിക്കത്തുള്ളൂ. കാരണം എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ അൺഎംപ്ലോയ്മെന്റ് ആണ്, ജോലിയില്ല, ജോലി സാധ്യതയില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് ആൾക്കാർക്ക് ഒരു ജോലി കൊടുത്തുകൂടാ എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ എത്തേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡ്രീം, ബട്ട് ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് ടു അച്ചീവ് യുവർ ഡ്രീം. ഇതൊരു റിസ്ക് ആണ്, ബിസിനസ് എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്. പക്ഷേ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ളൊരു റിസ്ക് എടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഡ്രീം സക്സസ്ഫുൾ ആക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും. ബിസിനസ് ഒരു റിസ്ക് ആണ് എന്ന് വിചാരിച്ച് നമ്മൾ പേടിച്ച് പിന്മാറിക്കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കാര്യമില്ല, നമ്മൾക്ക് എന്നും പേടിച്ച് പിന്മാറിക്കൊണ്ടിരിക്കാനേ സാധിക്കും. അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ എൻഡ് ചെയ്യാണ്. Thank you very much for sparing the time to talk to us. We wish you the very best for your unique journey. Thanks. It is a blessing of my mentors and well-wishers that I carry my journey forward. അങ്ങനെ ഇദ്ദേഹം നമ്മളെ പോലുള്ള അല്ലെങ്കിൽ ബിസിനസ് ചെയ്താൽ ഞാൻ എന്ത് സംഭവിക്കും, എനിക്കൊരു ഭാവി ഉണ്ടോ എന്നൊക്കെ പേടിച്ചിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഒരു പ്രചോദനമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്, ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ബിസിനസ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഡ്രീം സക്സസ്ഫുൾ ആക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബോധ്യമുണ്ടെങ്കിൽ, കഷ്ടപ്പെടാനായിട്ട് തയ്യാറാണെങ്കിൽ നിങ്ങളത് ചെയ്തിരിക്കണം. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ബൈ.